ഇവിടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി. അപ്പോ എങ്ങനെയാ മാഷ കാര്യങ്ങളൊക്കെ? ആദ്യത്തെ കാര്യം, ഞാനിന്ന് യൂണിഫോമിലല്ല. അതെ, കാരണം ഈ തന്ത എൻ്റെ ഷർട്ട് എടുത്ത് കൊണ്ട് അലക്കിയിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ച അത് എൻ്റെ ഷർട്ടാ. അയ്യോ, എന്താ പറഞ്ഞു? അതായത് എൻ്റെ ഷർട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന് ഷർട്ട് കൊണ്ടിട്ട് അലക്കിയിട്ടു. എന്നാ ഇദ്ദേഹത്തിന് എൻ്റെ ഷർട്ട് അലക്കി തന്നൂടെ? അത് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ ഓൾറെഡി എൻ്റെ ഒരു ഷർട്ട് എന്ത് ചെയ്തു, ഞാൻ അലക്കിയിട്ടു. അതെ, ഞങ്ങൾക്ക് 2 പേർക്ക് ഈ 2 ജോഡിയുള്ളൂ. ഒന്ന് ഞാൻ മൂപ്പരുടെ ഒന്ന് മൂപ്പർ അലക്കി കിട്ടു, ഞാനും പോയിട്ട് ഒരെണ്ണം അലക്കിയിട്ടു എൻ്റെ വിചാരിച്ചിട്ട്. അങ്ങനെ രണ്ടും ഇതാ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വിരിച്ചിട്ടിരിക്കുന്നു. ഇനി അത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇന്ന് നമ്മൾ കല്ലാശി അല്ലേ, നാദാപുരം കല്ലാശിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലാണ് ഇന്നലെ താമസിച്ചത്. അപ്പോൾ നല്ല സപ്പോർട്ടാണ് ഇവിടെ ആൾക്കാർ. നമ്മൾ കടയിൽ കയറിയില്ലെങ്കിലും നമ്മൾ റോഡിലൂടെയൊക്കെ വന്നപ്പോൾ അടിപൊളി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. നല്ല പെരുത്ത മഴ വരാനുള്ള സാധ്യതയുണ്ട്. ഇരുണ്ട് മൂടിയിരിക്കുന്നുണ്ട്. റെഡ് അലേർട്ടാണ്. സ്കൂളുകൾക്കൊക്കെ ലീവാന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എല്ലാ മക്കളോടും ഞങ്ങൾ ഇതാ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകല്ലേ, എല്ലാ കേസിനോടും. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മലബാർ സൂപ്പർ മാർക്കറ്റിലാണ് അല്ലേ, ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നമ്മളെ അവിടെ നിങ്ങളെല്ലാവരും കണ്ട് നേരത്തെ പരിചയമുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വന്നപ്പോൾ ഇക്കൻ്റെ പേരെങ്ങനെ? ഉമ്മർ അല്ലേ? അപ്പോൾ നല്ലൊരു സപ്പോർട്ടുമായിട്ടാണ് ഞങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. നമ്മൾ ഈ ഭാഗത്ത് 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും നല്ല നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും താങ്ക് യു എല്ലാവർക്കും. ചേച്ചിയെ ഹായ്. ഞങ്ങളിതാ അവിടുത്തെ മലബാർ ഹൈപ്പർ മാർക്കറ്റിലാണുള്ളത്. അപ്പോൾ അടിപൊളിയായി നമ്മളിതേ മുമ്പ് ഇതേപോലെ തന്നെ പല ഷോപ്പിൽ നിന്നും ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കും കുഴപ്പമൊന്നുമില്ല എടുക്കുന്നതിന്. അവർ പറഞ്ഞ പോലെ നല്ലൊരു സപ്പോർട്ടാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ ഈ ബാബോട്ടൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ മിഷനിലേക്ക് നല്ലൊരു സപ്പോർട്ടാണ്. എല്ലാവരും പരിചയപ്പെടുത്താനും കിട്ടുന്ന സംഭാവന എന്താണെങ്കിലും അത് വാങ്ങിത്തരാനും ബാബോട്ടൻ നല്ലൊരു സപ്പോർട്ട്, നല്ല സ്നേഹം കാണിക്കുന്നതൊക്കെ. പുറമേരിയാണുള്ളത്, പുറമേരി. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി എല്ലാവരും. സാധാരണ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറാറില്ലാത്തതാണ്, തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ പക്ഷേ? അപ്പോൾ എന്താണെങ്കിലും നമ്മളെ ബാബോട്ടനെ അറിയാവുന്നതുകൊണ്ടും ബാബോട്ടൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ടും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൂടെ മലബാർ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി ഇവിടുന്ന് എല്ലാവരും അടുത്ത് പോയി സംഭാവനയും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോവാം, അടുത്ത സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു ചെറിയ കുഞ്ഞൊരു ടൗൺ, ആ കുഞ്ഞ ടൗൺ അടക്കം മൊത്തത്തിൽ എന്താ പറയുക കളക്ഷൻ എടുത്ത് തരിക കേട്ടോ. അദ്ദേഹമാണ് നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ്. മാഷും അദ്ദേഹം കൂടെ പോവുകയാണ്. മൂപ്പര് ശരിക്കും വർക്ക് ചെയ്യുന്ന എവിടെ വെച്ചാൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ണർഷിപ്പാണ് മലബാർ ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അവിടെ ജോലിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ആ ജോലിയും കാര്യങ്ങളെല്ലാം വിട്ടിട്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ കൂടെയുണ്ട് കുറച്ച് നേരമായിട്ട്. ഏകദേശം ഇത് നിങ്ങൾ കാണിച്ചു തരാം. ഇത്രയും ടൗണുകൾ, അതായത് ഇത്രയും കടകളും കാര്യങ്ങളും അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വരികയാണ്. ഇത് മൊത്തം അദ്ദേഹം ചെന്നിട്ട് എല്ലാവരും പരിചയപ്പെട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതുണ്ടോ ഷോപ്പിൽ ചെന്നപ്പോൾ വാങ്ങിയിട്ട് തരികയാണ്. ഞങ്ങളിത് ഇവിടെ വന്നിട്ട് പേര് എത്തിയപ്പോൾ നമ്മുടെ മലബാർ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ, നമ്മൾ ബാബോട്ടനെ കണ്ട് പരിചയപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ 2 വാക്കുകളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ബാബോട്ടൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോൾ ബാബോട്ടൻ ഇവിടേക്ക് ക്ഷണിക്കുകയും അങ്ങനെ ബാബോട്ടനെ അറിയാവുന്ന എല്ലാവരും, ഈ കുഞ്ഞു ടൗണിൽ നിന്ന് എല്ലാവരും, ഒരാളെ പോലും വിട്ടില്ല, എല്ലാവരെയും ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതാ ബക്കറ്റ് നിറച്ച് പൈസയും കാര്യങ്ങളെല്ലാം ആക്കി തന്നിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. ബാബോട്ട, ഈ അവസരത്തിൽ എന്താ ഞങ്ങളോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, മുന്നേ സംസാരിച്ചായിരുന്നു. നിങ്ങളെ ഈ ദൗത്യത്വം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം തന്നെ ഇന്നലെ തന്നെ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെന്ന് ഈ വളരെ കുറവാണ്. എന്നാൽ ഈ കുറച്ച് ആൾക്കാർ പുറമേ ഈ ചെറിയ കൊച്ചു ടൗണിൽ കുറേ ആൾക്കാർ നമ്മുടെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരാളെ കണ്ടാൽ അത്ര സ്നേഹിക്കുക, ബുദ്ധിമുട്ടുകൾ പങ്കെടുക്കുക. അതുപോലെ നിങ്ങളെ ഈ ദൗത്യത്തിന്, നിങ്ങളുടെ ഇത്രയും 2 വർഷത്തോളം യാത്ര എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ത്യാഗം തന്നെയാണ്. ഈ ത്യാഗത്തിന് ഞങ്ങളെ എല്ലാവിധ സപ്പോർട്ടും രേഖപ്പെടുത്തുകയാണ്. ഓക്കെ.
അപ്പൊ എന്തായാലും പുറമേരിയിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് പോകട്ടെ നമ്മളെ പുറമേരി എത്തിരിക്കട്ടെ. പുറമേരി നമ്മളെ KRHSS എന്ന് പറഞ്ഞ സ്കൂളിൽ എത്തിരിക്കുകയാണ്. ഇത് കുറച്ച് ഫേമസ് സ്കൂളാണ് അല്ലേ? ഒരുപാട് പഴക്കമുള്ള സ്കൂളല്ലേ? അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് കൂടി ഉണ്ടല്ലേ നിങ്ങൾക്ക് അവിടെ പഠിക്കുമ്പോ? ചെക്കന്മാരെല്ലാം നമ്മളെ ഗേൾസ് അല്ല പിള്ളേരൊക്കെ അടിപൊളി സപ്പോർട്ടുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ട് ഓടി വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. തീർച്ചയായിട്ടും കുറെ പേരുണ്ട്, നമ്മളെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് എനർജി ആക്കി അടിപൊളിയാക്കി. നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടോ? നമ്മളെ റൈഡ് ഇഷ്ടപ്പെട്ടോ? നമ്മളെ മിഷൻ എങ്ങനെയുണ്ട്? അല്ലേ? അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഇനി ഉണ്ടാവില്ലേ? ഓക്കേടാ, താങ്ക് യു. ഇതാ ഇവിടെ സ്കൂൾ പഠനം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വായിച്ചൊക്കെ നോക്കിയിട്ട് അവരുടെ കയ്യിലുള്ള പൈസ, അത് അവരെ സംബന്ധിച്ച് അറിയാലോ എത്ര പൈസ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ആ പൈസയിൽ ഇതാ വണ്ടിക്കൂലി മാറ്റി വെച്ചോ? വണ്ടിക്കൂലിയൊക്കെ മാറ്റി വെച്ചില്ലേ? ബാക്കി പൈസ ഞങ്ങൾക്ക് ഇതാ എല്ലാവരും കൂടി തന്നിട്ട് പോവാട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യുടാ. നമ്മൾ നാദാപുരം ടൗണിലുള്ള ഏകദേശം നമ്മൾ ടൗണും കാര്യങ്ങളൊക്കെ വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മളൊരു ഇന്നോവയിൽ വന്നിട്ട് കുറച്ച് സുഹൃത്തുക്കൾ, ഒരു ഇക്കയും അവരുടെ ഫാമിലി എല്ലാം നമ്മളെ കണ്ട് നിർത്തി നമ്മുടെ ആശയങ്ങൾ, അതായത് പുതിയൊരു വണ്ടി റോഡിൽ കാണുന്നു, ആ വണ്ടീൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ഇക്കയും അവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ സംഭാവന പെട്ടിയിലേക്ക് പൈസ എല്ലാം ഇട്ട് തന്നു. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് വിശദീകരിച്ച് ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ വീട്ടിൽ പോകുന്ന വഴിയാണ് വേറെ എവിടെയും പോവുക? വീട്ടിൽ പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ ഈ മിഷനെ സപ്പോർട്ട് ചെയ്യാൻ, എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ മിഷനും ഞങ്ങളുടെ ഈ മിഷനോടും നിങ്ങളോടൊക്കെ പറയാനുള്ള 2 വാക്കും കൂടി ഇവരിൽ നിന്ന് ശ്രദ്ധിക്കുക അല്ലേ? ഇക്ക പേര്? എൻ്റെ പേര് മുഹമ്മദ് അലി, നാദാപുരം തണ്ണീർപ്പന്തലടുത്താണ്. പിന്നെ ഇതുപോലെയുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള യാത്രകൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടണം. ദൈവം എല്ലാവിധ അനുഗ്രഹം നൽകട്ടെ എന്നാണ് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ ഇക്ക ഒരുപാട് സന്തോഷം. ഒരുപാട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഇങ്ങനെയുള്ള ഈ നമ്മുടെ മിഷന് വേണ്ടിയുള്ള സംഭാവനയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെയാണ് ഞങ്ങളുടെ വിജയം. താങ്ക് യു. ഞങ്ങളിത് വർക്ക് ചെയ്ത് ഞങ്ങൾ തക്കാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിരിക്കാട്ടോ. ഇന്നലെ എത്തിയതാണ്. ഞങ്ങൾ രാത്രി ഇങ്ങനെ വർക്കും കഴിഞ്ഞു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ തന്നെ. ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഞങ്ങളിങ്ങനെ ടൗണിലെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ പരിചയപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇവിടെ ഒരു ഹോട്ടൽ പ്രണവ് എന്ന് പറഞ്ഞത്. അവിടെ ഒരു വിജയശേട്ടനുണ്ട്. അപ്പോൾ വിജയശേട്ടൻ്റെ ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ പരിചയപ്പെട്ടാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളും ഞങ്ങളുടെ യൂണിഫോം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സൈക്കിളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ വിജയശേട്ടൻ്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഞാൻ കേട്ടു കേട്ടോ. കാരണം വെച്ചാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടുന്ന ഏറ്റവും വലിയ ഘടകമാണ്. അപ്പോൾ ഇന്നലെ രാത്രിയത്തെയും ഇന്നത്തെയും ഭക്ഷണവും കാര്യങ്ങളെല്ലാം തന്നുകൊണ്ട് നല്ലൊരു സപ്പോർട്ടായിരുന്നേ. പിന്നെ ഇതും നമ്മുടെ കൂടെ ഉള്ള ചേട്ടൻ്റെ പേര് ഭവിഷ്യേട്ടനാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ടൗണിലെത്തിയപ്പോഴും നമ്മുടെ മിഷനെ ഇരുകയും നീട്ടി സ്വീകരിച്ചു. നല്ല അടിപൊളി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷവും അല്ലേ? പക്ഷേ വേറെന്ന് പറയാനുള്ള നമ്മളെ ആശാൻ നമ്മൾ 2 വാക്ക് നമ്മുടെ മിഷനോട് ബന്ധപ്പെട്ട് 2 വാക്ക് നമ്മളോട് സംസാരിക്കും. ഇങ്ങനൊരു മിഷൻ ഏറ്റെടുത്തുകൊണ്ട് ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നതിന് ഇവർക്ക് 1000 ആശംസകൾ നേരിടും. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ഞങ്ങളിപ്പോൾ കുറച്ച് ഏരിയ കൂടെ ഇവിടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു.